ഹലോ ഗായ്സ്. സോ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ്. ലൈക്ക് ഒരു ലോങ് ട്രിപ്പാണ്, വയനാട്ടാണ് പോണത്. അതിനു മുമ്പ് എനിക്ക് എൻ്റെ കാറ് ക്ലീൻ ചെയ്യണം. പക്ഷേ എൻ്റെ കാറ് ഭയങ്കര അഴുക്കും പൊടിയൊക്കെ ആയിട്ട് ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുകയാണ്. നമ്മുടെ പയ്യൻ വന്നുണ്ട് 10 മണിക്ക് എത്താമെന്ന് പറഞ്ഞാണ്. ഇപ്പം 11:30 അങ്ങനെ പോണേണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് 10 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ ട്രിപ്പാണ്. ഒരുത്തനെ 11:10 11:30. ഇപ്പൊ എത്ര മണി? ഇപ്പൊ 12 മണിയാവും. 10 മിനിറ്റ്. ഞങ്ങളിപ്പോ നേരെ ഗരാജിലേക്ക് പോയാണ്. ഗരാജിലേക്ക് പോയി വണ്ടി എടുക്കണം. കിട്ടാണല്ലോ, തുറക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന് തുണിയില്ലാത്ത പറഞ്ഞു. പക്ഷെ ഇത് അകത്തുനിന്ന് തുറക്കാൻ പറ്റും. ഓക്കെ. അയ്യോ, വളരെ ഈശ്വര. അപ്പം ഇത് അടക്കണമെങ്കിൽ ചായ വേണ്ട, ഇത് തുറക്കണമെങ്കിൽ ചായ. അടച്ചില്ലേ? ഞങ്ങള് ഈ കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് കാറ് മോഡൽ ഏതാണെന്ന് എനിക്കറിയാൻ, പക്ഷെ അടിപൊളിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലത്തെ. ഏതാണ് ഈ വണ്ടിയുടെ പേരുന്നത്? ഇതിന്റെ പേരുന്നത് നമ്മുടെ നാട്ടില് എന്ത് സാധനം? ചേതക്. ചേതക് സാധനം. നമ്മുടെ നൈബറിന്റെ. അപ്പൊ സാധനം ഡോർ ഓപ്പൺ ചെയ്തു. അയ്യോ സോറി. ഓക്കെ. അപ്പം എന്നിട്ട് നേരെ അതിലേക്ക് താഴത്തേക്ക് ഇട്ടേക്ക്. പച്ച. ഓഹോ, ടീ ബാഗ് ഒക്കെ കയറ്റിയിരിക്കുന്നു. അതല്ലേ ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഞാൻ എൻ്റെ സൈക്കിളൊക്കെ ഉണ്ടല്ലോ. അതിലെന്റെ ക്യാമറ ആൻഡ് സാമഗ്രികൾ. മൈ ബാഗ്. ഓക്കെ, സാധിച്ചോ? Yes guys, let's go. ഓക്കെ, അപ്പൊ ഇനി പുറത്തേക്ക് കാണാം. അങ്ങനെ നമ്മള് റോഡ് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. സമയം എന്തായി? 1 മണി. 1:04. ഷാർപ്പ് 1 o'clock. രാത്രി. അതെ, 1 o'clock പോർച്ചുഗൽ ടൈം. ഇൻഡിക്കേറ്റർ ഫെയിലായി. ഞാനിപ്പം എന്താ ഇത് ചെയ്യണം. ഞാൻ നോർമലി എന്റെ ഫോണിലാണ് ഇത് മാപ്പ് ഇടാറുള്ളത്. പയ്യന്റെ വന്നിട്ട് ഓൾറെഡി ഒരു എക്സിറ്റ് മിസ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഒരു കുറെ ദിവസത്തെ ഒരു പ്രിപ്പറേഷൻ ആണ്. കുറച്ചധികം ദിവസമായി നമ്മൾ ഈ ഡെസ്റ്റിനേഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ. അതിൽ വേറൊരു കോമഡി അറിയോ? ഞാനാണ് പറഞ്ഞത് നമുക്ക് ഇവിടെ അണ്ടോറ വന്നു. അപ്പൊ പറഞ്ഞത് മൊണോക്കോ എന്ന് പറഞ്ഞു. മൊണോക്കോ അതെന്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആണ്. 1 day we hit മൊണോക്കോ. ലാസ്റ്റ് ടൈം ഞങ്ങൾ മൊറോക്കോ പോയിട്ടുണ്ടായിരുന്നു. മൊണോക്കോ പ്ലാൻ ചെയ്താണ്. മൊണോക്കോ മാറി റോയ് ആയി ഞങ്ങൾ അവസാനം മൊറോക്കോയിലെത്തി. അതെ അതെ, ഞാനാണ് പറഞ്ഞത് മൊണോക്കൊക്കെ ഒരു മൊറോക്കോ ട്രിപ്പ് എവർ ഐ മെയ്ഡ്. പിന്നെ അല്ല, അതിന്റെ വീഡിയോ എടുക്കുന്നതായിരുന്നല്ലേ. പക്ഷെ കുറച്ചുള്ളൂ. അത് നമുക്ക് പിന്നെ നമുക്ക് ഇനിയും പോകാം. ഇടക്കിടക്ക് പോകണ്ടല്ലോ. സ്വന്തം നാട്. ഞങ്ങൾക്ക് ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. അതെ, ഇവിടുന്ന് ഒരു ഫാമിലി. സെക്കൻഡ് പ്ലേസ് ഫെറി കയറുക, പോവുക. സ്പെയിനിൽ ചെന്ന കടത്ത്. അതും പക്ഷെ ഈസി അല്ലോട്ടെ. ലൈക്ക് എന്താ പറയാ, 10 മണിക്കൂർ അല്ലേ? 10 മണിക്കൂർ ഡ്രൈവ്. അവിടുന്ന് പിന്നെ 1.5 മണിക്കൂർ ഫെറിയില്. 7 hours 8 hours നമ്മളോട് സ്പെയിനിലോട്ട്. പക്ഷെ ഇവിടെ നമ്മള് നോർത്ത് സൈഡിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നോർത്തിലും നമുക്ക് സ്പെയിൻ ബോർഡർ ഉണ്ട്. അത് 1.5 മണിക്കൂർ ഡ്രൈവ് ആണ്. വിഗോ എന്ന് പറഞ്ഞിട്ടൊരു സിറ്റി. അതൊരു ബീച്ച് സിറ്റി ആണ്. അത് സമ്മറിൽ നല്ല അടിപൊളിയാണ്. നമുക്കൊരു സമ്മർ ആവട്ടെ, സമ്മറായിട്ട് നമുക്ക് ഇവിടെ ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. അപ്പൊ ഞങ്ങളിങ്ങനെ റോഡ് ഹിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ബീച്ചിന്റെ ബീച്ച്. അതെ അതെ അതെ. നമുക്കിവിടെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ ബ്രിഡ്ജിന്റെ അപ്പുറത്താണ് താമസിക്കുന്നത്. ആ ബ്രിഡ്ജിന്റെ പേരാണ് പോന്തെ ദെ ലൂയിസ്. അല്ല, ലൂയി ബ്രിഡ്ജ്. അതായത് ഡോം ലൂയിസ്. നമ്മുടെ ഈ ഗുസ്താവോ ഈഫൽ എന്ന് പറഞ്ഞ പുള്ളി, അതായത് ഈഫൽ ടവർ ഉണ്ടാക്കിയ അങ്ങനെ തന്നെയാണ് ഇതും നിർമ്മിച്ചേക്കണം. അപ്പൊ നമുക്കൊരു ചെറിയൊരു പീസ് ഓഫ് എന്താ പറയാ ഈഫൽ ടവർ നമുക്ക് ഇവിടെ കാണാം. അതുമല്ല, ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പോർത്തോയിലെ മെയിൻ അട്രാക്ഷൻ.
പോർച്ചുഗലിൽ 3 മെയിൻ സിറ്റീസ് ആണ്: പോർട്ടോ, ലിസ്ബൺ, ഫറോ. അതായത് നോർത്ത്, സെൻട്രൽ, സൗത്ത്. അങ്ങനെ ഞാൻ താമസിക്കുന്നത് പയ്യൻ താമസിക്കുന്നത് ഇവിടുന്ന് ഒരു 1 മണിക്കൂർ ട്രാവൽ ചെയ്ത് അവൈരോ എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട്. അതിനെ ലിറ്റിൽ വെനീസ് എന്നാണ് പറയുന്നത്. ബ്യൂട്ടി. അതെ, അത് നമുക്ക്. പക്ഷെ പയ്യൻ അതിൽ നിന്നും കുറച്ച് കാട്ടിലാണ്. പയ്യൻ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലും വർക്ക് ചെയ്യണത്. പേര് പറയാൻ പറഞ്ഞേ. പേര് പറയൂ. എന്റെ പേരാണോ? അതെ അതെ അതെ, എന്റെ പേര് നിമൽ പോളി. ഓക്കെ, നാട് എവിടെയാണ്? നാട് തൃശ്ശൂർ കുന്നംകുളം. ഫ്രം കുന്നംകുളം ഗായ്. വേറെ മാതിരി 3 സ്ഥലം. അതെ അതെ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ബ്രിഡ്ജ്. ഞാൻ നോക്കട്ടെ, റൈറ്റ് സൈഡിലാണ്. ഓക്കെ, റൈറ്റ് സൈഡിലല്ല, ലെഫ്റ്റ് സൈഡിൽ ബീച്ചാണ്. ലെഫ്റ്റ് സൈഡിലല്ലേ? അല്ലല്ല, അയ്യോ, റൈറ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിൽ ഇല്ല, ബ്രിഡ്ജ് അവിടെ കാണുന്നുണ്ടാവൂല്ലോ, കോടായിരുന്നു. നമുക്ക് ഇവിടെ ഇതിന്ന് കാണാൻ പറ്റില്ല ബ്രിഡ്ജ്. സോറി ഗൈസ്, ഇത് ഇല്ല, മറ്റേ അപ്പുറത്തെ ബ്രിഡ്ജാണ്. ഇവിടുന്ന് 7 ബ്രിഡ്ജ് ഉണ്ട്, അതിൽ ഒരെണ്ണമാണ് ഇത്. ഇവിടുന്ന് കാണാൻ പറ്റത്തില്ല, സോറി, ക്ഷമിക്കണം. അപ്പൊ ഞങ്ങള് ഹൈവേ ഹിറ്റ് ചെയ്യാനായിട്ട് ഇനി 6 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഇനി ഹൈവേ ഒക്കെ ഹിറ്റ് ചെയ്തിട്ട് അടുത്ത പീസ് ഓഫ് ദി വീഡിയോ ഇടാം. ഇതെന്റെ ഫസ്റ്റ് എന്താ പറയാ വ്ലോഗ് വീഡിയോ ആണ്. അപ്പം തെറ്റുകൾ എന്തായാലും ഉണ്ടാവും, വെള്ളികൾ ഇഷ്ടം പോലെ വീഴും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ട്രാവൽ ചെയ്യാറുണ്ട്, പക്ഷെ നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു വ്ളോഗിംഗ് എന്നുള്ളൊരു തോട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. കുറെ പേര് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയാനുണ്ട്. ഇപ്പൊ എനിക്കാണെങ്കിൽ എന്റെ സിസ്റ്ററൊക്കെ പറയാറുണ്ട്, വ്ളോഗ് ചെയ്തൂടെ. ഓക്കെ, പക്ഷെ നമ്മൾ അങ്ങനെ ഒരു മൈൻഡ് ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മ ട്രാവൽ ചെയ്യുമ്പോ വ്ളോഗ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറെ വ്യൂസ് ലോസ്റ്റ് ആവും. പക്ഷെ ഇപ്പൊ ഞങ്ങള് വ്ളോഗിങ് എന്താണ് സ്റ്റാർട്ട് ചെയ്തേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടെ പോകുന്നു, നമ്മൾ കാണുന്ന കാഴ്ച നിങ്ങളെ കാണിക്കും. അതാണ് ഞങ്ങളുടെ മൈൻഡ്, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇനി പയ്യൻ ഒറ്റ മൈൻഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ പറയാ എക്സിറ്റ് ആവും. ഇനി ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോ ഇനി ഒരു 600-700 കിലോമീറ്റേഴ്സ് സ്ട്രൈറ്റ് ആയിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കി കഥ പറയാം. ഓക്കെ, അങ്ങനെ 54 കിലോമീറ്റർ ഇനി സ്ട്രൈറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഡൈവേർഷൻ ഉള്ളൂ. ഞങ്ങളിപ്പോ ഫസ്റ്റ് ടോളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉറക്കമുണ്ടോ? താൻ എത്ര നേരം വർക്ക് ചെയ്തായിരുന്നു? ഒച്ചപ്പറ മിസ്റ്റർ. ഞാനോ, ഞാൻ 6 മണി വരെ വർക്ക് ചെയ്തു. 6 o'clock to 6 ആണ് എന്റെ വർക്ക്. കിടന്നായിരുന്നു? ഇല്ല, കിടന്നിട്ടൊന്നുമില്ല. ഞാൻ ട്രെയിനിൽ കുറച്ച് നേരം ഉറക്കൂലല്ല, നമുക്ക് ഇതിന്റെ മൈൻഡല്ലേ. എവിടെ? അണ്ടോറ വരെ. ഓ, പറഞ്ഞല്ലേ സ്ഥലം. ശരിയാണ്, നമ്മത് പറഞ്ഞല്ലേ ഇതാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വീഡിയോ തന്നെ ഇടാം, വി ആർ ഗോയിങ് ടു അണ്ടോറ എന്നുള്ളത്. അപ്പൊ ഇതാണ് ഞങ്ങൾ ഇപ്പൊ താൻ കൊടുത്തല്ലോ, അത് മതി. ഞാനൊരു ബ്രീഫ് പറഞ്ഞുതരാം. ഓക്കെ, ട്രാവലിംഗ് അറൌണ്ട് 1100 കിലോമീറ്റർ. മലയാളം മതി, ഒന്നും വേണ്ട. നമ്മ ഒരു 3 കൺട്രീസ് അല്ല 4 കൺട്രീസ് നമ്മ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നമ്മ ക്രോസ് ചെയ്യും. അറൌണ്ട് 1100 കിലോമീറ്റേഴ്സ് നമ്മൾ ഇന്ന് റൺ ചെയ്യും. ഓക്കെ, നമ്മ ഇപ്പൊ കിടക്കണത് ഒരു യൂറോപ്പിന്റെ ഒരു അറ്റത്താണ് കിടക്കുന്നത്. നമ്മ അവിടെ നിന്ന് ഓടിയിട്ട് നമ്മൾ നേരെ സെൻട്രൽ യൂറോപ്പിന്റെ ഒരു പാർട്ടിലോട്ട് വരും. അതായത് നമ്മൾ സ്പെയിൻ ഇപ്പം പോർച്ചുഗലാണ്. പോർച്ചുഗൽ ക്രോസ് ചെയ്ത് പോർച്ചുഗൽ പകുതി വഴി, ദെൻ സ്പെയിൻ ബോർഡർ കയറി. സ്പെയിനിൽ നിന്ന് നമ്മൾ കണ്ടോരോ സ്പെയിനിൽ നിന്ന് തന്നെ ഏതാണ്ട് 800 സംതിങ് കിലോമീറ്റേഴ്സ് ഉണ്ട്. ഞങ്ങൾ ഇപ്പം വേറെ സ്റ്റോപ്സ് ഒന്നും ഇടല്ല, നേരെ ഡ്രൈവാണ്. ഇടക്കൊന്ന് നിർത്തും, ചായ കുടിക്കാൻ വേണ്ടി നിർത്തും, ഫ്യൂല് കണ്ട്. അതെ, ഫ്യൂല് കണ്ട് 150 കിലോമീറ്ററോടുള്ളൂ. ഫ്യൂല് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിലപ്പോൾ ഒന്ന് നാപ്പ് അടിക്കും ഇൻ ബിറ്റ്വീൻ. ബിക്കോസ് ഞങ്ങൾക്ക് ചെക്ക് ഇൻ എന്താ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവിടെ ഭയങ്കര സ്നോഫോളാണ്. അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞ് അവിടെ സ്നോഫോളാണ്, മറ്റേ വിൻഡർ ടയേഴ്സ് ചേഞ്ച് ചെയ്താലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു ദിവസത്തേക്ക് വേണ്ടി വിൻഡർ ടയർ മേടിക്കാൻ കഴിഞ്ഞാൽ നല്ല പൈസയാണ്. അല്ലാതെ അവർക്ക് ചെയിൻ ഉണ്ട്, വിൻഡർ സോക്സ് ഉണ്ട്, പക്ഷെ അതിന് 25-30 യൂറോ. അപ്പം 4 കൂടി ആകുമ്പോഴത്തേക്കും 100 യൂറോ. ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ അടുത്തൊരു സിറ്റി ഉണ്ട്. ആ സിറ്റിയിൽ നിന്ന് 20 കിലോമീറ്ററേ ഉള്ളൂ എങ്ങോട്ടേക്കാണ്, അൻഡോറയിലേക്ക്. അപ്പോൾ ഞങ്ങൾ ടാക്സി എന്തെങ്കിലും പിടിച്ച് പോകാനുള്ളൊരു പ്ലാനാണ്. അറിയില്ല എന്താവുന്നുള്ളത്, ഒരു ഐറ്റിനറി ഇല്ലാണ്ട് പോകണം. ആകെ കൂടി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ സിറ്റിയിൽ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒരു സാധനം ചെയ്തിട്ടില്ല. അവിടെ പോയാൽ സ്കീ ചെയ്യോ അറിയാൻ പാടില്ല.
മഞ്ഞില്ലേ പോകാൻ പറ്റും. മഞ്ഞുണ്ട്. സ്നോഫോൾ ഉണ്ട്. കഴിഞ്ഞ ദിവസം പക്ഷേ 2 ദിവസം ഒന്നാണ് കാണിച്ചത്, അറിയില്ല എങ്ങനെയാന്നുള്ളത്. അപ്പം എന്തായാലും പോയി നോക്കാന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അല്ലേ സ്പെയിൻ ചില്ലേട്ട് പോരും. Andorra, guys, Andorra, one of the most beautiful city, the skiing capital of Europe. അതാണ് ഹൈലൈറ്റ്, സ്കീയിങ് ക്യാപിറ്റൽ ഓഫ് യൂറോപ്പ്. അതും യൂറോപ്പിലെ വൺ ഓഫ് ദ സ്മോളസ്റ്റ് കൺട്രി ആണ്. ഇന്ത്യക്കാർക്ക് പോകാനായിട്ട് വിസ വേണ്ടാത്തൊരു രാജ്യം കൂടിയാണ്. പക്ഷേ അതാണ് ഹൈലൈറ്റ്. ഇന്ത്യക്കാർക്ക് അവിടെ വന്നെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഷെങ്കൻ കൺട്രി വന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അണ്ടോറയിലേക്ക് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ യു ഡോണ്ട് നീഡ് എ വിസ. അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാം, ലീഗലായിട്ട് തന്നെ നിൽക്കാം. പക്ഷേ ഇതാണ്, നിങ്ങൾ ഫ്രാൻസിൽ അല്ലെങ്കിൽ സ്പെയിനിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് നിങ്ങൾക്ക് അണ്ടോറയിലേക്ക് പോകാൻ പറ്റും. അണ്ടോറയിൽ എയർപോർട്ട് ഉണ്ടോ? അണ്ടോറയിൽ എയർപോർട്ടില്ല. സ്പെയിനിൽ അണ്ടോറയുടെ എയർപോർട്ട് ഉണ്ട്, പക്ഷെ അത് സ്പെയിനിലാണ്. സ്പെയിനിൽ അണ്ടോറയുടെ എയർപോർട്ട് എന്തോ അണ്ടോറ, അത് ഞാൻ നെയിം പിന്നെ ഞാൻ പറയാൻ നോക്കിയിട്ട് ലൈക്ക് അണ്ടോറ എയർ ഡോം എന്തോ ആണ് അങ്ങനെ. അപ്പം സിറ്റി വ്യൂ ആണ്, നൈസ് ആയിട്ടുള്ള നൈറ്റ് ഡ്രൈവ് ഓഫ് ദ ഡ്രൈവ്. എന്തായാലും നമ്മൾ എന്തൊക്കെയാണ് ഈ പറയണത്. അതെ അതെ. അങ്ങനെ ഞങ്ങളിപ്പം വിലാഹിയ എന്നുള്ളൊരു സിറ്റി കവർ ചെയ്തിട്ടാണ് പോണത്. ഇവിടെ നിന്ന് 50 കിലോമീറ്റർ ഉണ്ടാകും. ഞങ്ങളിപ്പം ഒരു ഫസ്റ്റ് സ്റ്റോപ്പ് ഒരു 100-ൽ നിർത്തിയാൽ പോരെ, നിർത്താം. അപ്പൊ ഇനി അടുത്തത് ചായ കുടിക്കുമ്പം അവിടുത്തെ എന്താ പറയുക ചായ കുടിയുടെ വിശേഷം പറയാം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ വേറെ റൂട്ടാണ് പോണത്. ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, ഇവിടെ വയവർന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, കൊലീബ്രി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നമുക്ക് പെട്രോൾ അടിക്കാം, റെസ്റ്റ് ഒക്കെ ചെയ്യാം. നല്ല എന്താ പറയുക നാട്ടിലില്ലാത്തൊരു സെറ്റപ്പ് ആണത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ ചില റൂട്ട്സിലേ അത് ഉള്ളൂ. ഈ റൂട്ട് എനിക്ക് ഡൗട്ടാണ്. A1 ആണ്. പക്ഷെ A1 എല്ലാ A1 ഇല്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ വന്നിട്ടില്ല, പുതിയതല്ലേ. അപ്പം ഞങ്ങളിനി അടുത്ത അപ്പം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇനി നിർത്തിയിട്ട് ചായ കുടിക്കുമ്പോൾ പെട്രോൾ അടിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, കിലോമീറ്റർ. അങ്ങനെ അടുത്ത പെട്രോൾ പമ്പ് നമുക്ക് 2 കിലോമീറ്ററിലുണ്ടെന്നാണ് കാണിക്കുന്നത്. നമുക്കപ്പം ഇവിടെ നിർത്താം. ഇത് മറ്റേ പെട്രോൾ പമ്പ് അല്ല, നമ്മൾ ഉദ്ദേശിച്ച പെട്രോൾ പമ്പ് അല്ല, സ്കാൽപ്പാണ്, അല്ല PP. പക്ഷെ ഇവിടെ ഓപ്പൺ ആയിരിക്കുമോ, ചായ കിട്ടുമെന്ന് അറിയില്ല. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളീബ്രി ആണെന്നുണ്ടെങ്കിൽ 24 hours ഓപ്പൺ ആണ്. പക്ഷെ ഇങ്ങനെയുള്ള പെട്രോൾ പമ്പ് ചിലപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയാ ഒരു വിൻഡോ മാത്രമേ ഓപ്പൺ ആയിരിക്കുള്ളൂ. കോഫി കഫേ പറയാം. Boa noite. Gasolina simples, 50 euro. 30 അടിച്ചാൽ മതി. 40 euro, por favor. സെനൂർ അവൻ 50 അടിച്ചത്. Sí, gas simples, sí. 40 euro, para. 40 euro. Yes. Leite? Sí. Quinte? No? No, só leite. No, okay. Okay. Café. Café? Café. Sí. Un café. Cartão? ഊർട്ടിന്റെ കാർഡ് വന്നോ? ശരിയാണ്. ഇങ്ങനെ ചേർന്നിരിക്കണം. ആണോ? അപ്പൊ ഇനി പെട്രോൾ അടിക്കാം. ഇവിടെ നമുക്കൊരു മനുഷ്യനും സഹായിക്കില്ല, നമ്മൾ തന്നെ വേണം അടിക്കാനായിട്ട്. ഇവിടെ കണ്ടത് ഡീസൽ 2 ടൈപ്പ് ഉണ്ട്. ഡീസൽ സിംപ്ലഷും ഉണ്ട്. ഗ്യാസോലിയോ എന്ന് പറഞ്ഞ ഡീസലാണ്, അതിൻ്റെ തന്നെ പവർ കൂടിയത്. പിന്നെ ഗ്യാസോലിന സിംപ്ലഷ് നമ്മൾ നോർമൽ അടിക്കുന്നത്. പിന്നെ അതിൻ്റെ തന്നെ അൾട്ടിമേറ്റ് ഉണ്ട്. ഈ 2 ഉള്ളത്. നമുക്ക് പെട്രോൾ അടിക്കാം. So അടിച്ചിട്ടുണ്ട്. കാണൂ ഗൈസ്, അങ്ങനെ നമ്മൾ
സ്പെയിനിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം ഉള്ള പ്രതിഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ സമയം എന്തായി? ടൈം എന്തായാലും ചേഞ്ച് ആയിട്ടില്ല. 4:07 ആയി. ഇപ്പൊ ഇവിടെ കടന്നു കാണണം, അത് 5:07 ആവും. 5 മണിയാവും. 1 മണിക്കൂർ നമ്മൾ ഫ്രണ്ടിലേക്ക് ടൈം ട്രാവൽ ചെയ്യും. അതാണ് അതിന്റെ കളി. ഇനിയുണ്ട് നമുക്ക് ഏകദേശം എത്രയാണ്, 8 മണിക്കൂർ ഡ്രൈവും കൂടി. പിന്നെ ബാക്കി വിശേഷങ്ങൾ ഇനി ഇടക്ക് നിർത്തുമായിരിക്കും. നിർത്തി ചിലപ്പോ ഒന്ന് മയങ്ങാൻ ചാൻസ് ഉണ്ട്. എടുക്കോ? എന്നാ പിന്നെ ഞാൻ നിർത്തിയിട്ട് പയ്യൻ ബാക്കി ഓടിക്കും, ഞാനൊരു നാപ്പ് അടിക്കും. നാപ്പ് അടിച്ചതിന് ശേഷം നമുക്ക് പോളി സൺറൈസ് കിട്ടും. അതെ അതെ, സൺ ഉണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മള് പലതും കാണുന്നു വിചാരിക്കും. ഇത് തന്നെയാണ് പരിപാടി. എന്തായാലും സെറ്റ് ആകും. മൊറോക്കോയില് നമുക്ക് മിൽക്കി വേ കിട്ടി. അതാണ്, അത് പൊളിയായിരുന്നു. അത് വേറെ പുള്ളി. അപ്പൊ എന്തായാലും ഇനി സൺറൈസ് നമുക്ക് അടുത്ത ഷോട്ട് എടുക്കാം. അതേ നടക്കുള്ളൂ. വെച്ചാൽ ഇത് മൊത്തത്തിൽ ഇതൊക്കെ നടന്നു കഴിഞ്ഞാൽ വെറുതെ അവള് താൻ റോഡ് നോക്കണ്ട ഏതാന്നുള്ളത്. ആണോ? എന്നാ കൊള്ളാം. അല്ലെങ്കിൽ നമ്മള് പെട്ടും. അപ്പൊ ഞാൻ എന്തായാലും നിർത്താൻ, പിന്നെ താൻ കണ്ടിന്യൂ ചെയ്തോ. ഞാൻ ചെറുതായിട്ട് ഞാൻ പഠിക്കാം. പമ്പ് ഇവിടെ ഇല്ലല്ലോ. സ്പെയിനിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 അല്ലെങ്കിൽ 70 കിലോമീറ്ററിന്റെ ഇടയിലെ പമ്പ് അല്ല, മറ്റേ പാർക്കിംഗ് ആണുള്ളൂ. അതുപോലെ പമ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൈവേർഷൻ ഒരു സിറ്റിയിൽ പോകണം. ആ സിറ്റിയിലെ നമുക്ക് പമ്പ് ഉണ്ടാവുള്ളൂ. അതാണ് ഏറ്റവും കൂടുതൽ. ടോൾ റോഡില്ല. അതില്ല. അതൊരു ഏറ്റവും നല്ല കാര്യം. നമുക്ക് ടോൾ കൊടുക്കണ്ടാവും. പോർച്ചുഗലില് പോർത്തോന്ന് ലിസ്ബണിലേക്ക് പോകാനായിട്ട് 25 യൂറോയാണ് ടോൾ കൊടുക്കുന്നത്. അതായത് വൺ സൈഡ് 25 യൂറോ. അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് പോകാനായിട്ട് തന്നെ 50 യൂറോ ആവും. പിന്നെ പ്ലസ് ഒരു 70-80 യൂറോയ്ക്ക് പെട്രോളും. അതിൽ നല്ല ട്രെയിനിൽ പോകണമെന്നൊക്കെ പറയാം. അങ്ങനെ അതെ മതി. അങ്ങനെ അപ്പൊ ഇനി ബാക്കി പിന്നെ കാണാം ഗൈസ്. വണ്ടി ഫുൾ ടാങ്ക് കെട്ടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. രണ്ടാമത് ഇവിടെ ഭയങ്കര ചീപ്പിട്ടാ. പോർച്ചുഗൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അന്നുണ്ടാവും അടിച്ചു തന്നു. താക്കലാണോ? താക്കലോടിക്കാൻ പറഞ്ഞത് പയ്യൻ പെട്ടടിച്ചതേ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയി. ഭയങ്കര ലോക്കൽ സെറ്റപ്പ് ആണ് ഇവിടെ. ശരിക്കൊരു വില്ലേജ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മിഡിൽ ഓഫ് നോവെയർ ആണ്. വളരെ പെട്ടെന്ന് കാര്യത്തിൽ ഭയങ്കര അത്ഭുതമായി പോയി. നമ്മുടെ മമ്മയൊക്കെയാണ്. ഇടിയുള്ളൂ. തോക്കോടെ വാങ്ങണ്ട്. ഞാൻ കണ്ടില്ലത്. എന്റെ പൊന്നെ, ഇവിടുത്തെ ചെറിയ 360 യൂറോ. എടോ തോക്കാണ് എയർഗണ്ണാണോ? പിസ്റ്റളാണ്. പിസ്റ്റോൾ 150 യൂറോ. അത് പിസ്റ്റലായിരിക്കോ? ഇത് പിസ്റ്റളാണ്, എയർഗണ്ണാണ്. പക്ഷെ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. കൊള്ളാം, നല്ല ശേഖരം. ഈ കാണുന്നത് മറ്റേ നമ്മുടെ പോത്തിന്റെ അല്ലെങ്കിൽ പന്നിയുടെ കാലാണ് കേട്ടോ. ഇത് സൺഡ്രൈഡാണ്. ഇവരിത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് കട്ട് ചെയ്തിട്ട് സ്ലൈസ് ചെയ്ത് ബ്രെഡിൻ്റെ കൂടെ സാൻഡ്വിച്ചോടെ കഴിക്കും. നിറച്ച് ഉണങ്ങി വെൽ കുക്ക്ഡാണ്ട്. ഇത് നമുക്ക് കുക്ക് ചെയ്തും കഴിക്കാം, അല്ലാതെ ഡ്രൈ ആയിട്ട് നമുക്ക് ചെത്തിയിട്ട് കഴിക്കാൻ പറ്റും. ഇനി ഞാൻ ടീബാഗിന്റെ കഥ പറഞ്ഞുതരാട്ടാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗലില് കപ്പച്ചിനോ വളരെ മോശമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാമല്ലോ, അവർ ചുമ്മാ കുറെ പത അടിച്ചു തരും. അതുകൊണ്ട് മറ്റേ കരിഞ്ഞ കാപ്പിയുടെ ഇത് കിട്ടാൻ നമുക്ക് തരും. ആകെ എന്താ പറയാ, കുറച്ച് യുക്രൈനിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ അല്ലാണ്ട് കോഫി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിനും അങ്ങനെയുള്ള കപ്പച്ചിനോന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചായ കിട്ടില്ല. ചായ അല്ലാണ്ട് വേറെ എങ്ങും കിട്ടത്തില്ല. പിന്നെ സ്റ്റാർബക്സിൽ കിട്ടും, പക്ഷെ അവർ ഭയങ്കര മധുരിട്ടിട്ടാണ്. മാട്രിമോണീസിലൊരു അപ്പാപ്പനുണ്ട്, സിംഗ് അപ്പാപ്പൻ.
മാട്രിമോണീസ് എന്ന് പറഞ്ഞാൽ ലിസ്ബണിലുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഭയങ്കര മോശമാണ്. അപ്പൊ ഞാൻ എവിടെ പോയാലും എപ്പോഴും ഞാൻ പോളണ്ടിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് പറഞ്ഞ ബെസ്റ്റ് കപ്പച്ചീനോ ആയിരുന്നു കിട്ടിക്കൊണ്ട്, നല്ല ക്രീമി. ഇവിടെ ഉള്ളവർക്ക് അറിയാം. ഞാൻ എന്താ പറയാ, ആൾക്കാർക്ക് പറഞ്ഞിട്ട് വരുന്നുണ്ട് ലൈക്ക് യു ഡോണ്ട് നോ ഹൗ ടു മേക്ക് എ കപ്പച്ചീനോ എന്നുള്ളത്. പറയാൻ പാടില്ല, പക്ഷെ അതിന് നിവർത്തിയിലാണോ. ചില സമയത്ത് നമുക്ക് കൊതി വരില്ലേ കുടിക്കണമെന്ന്. അപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു ഇതാണ്. നേരെ നമ്മുടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടീ ബാഗ് മേടിക്കുക, നന്നായിട്ട് അങ്ങനെ മുക്ക് ചെയ്ത്. ഇപ്പോൾ കുറേ മിൽക്കുള്ളതുകൊണ്ട് വേണമെങ്കിൽ ഒരെണ്ണം കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല കടുപ്പത്തിൽ ചായ കിട്ടും. നമ്മുടെ നാട്ടിലത്തെ ചായ അന്തസ്സായിട്ട് കുടിക്കുക. അതാണ് ഇതിൻ്റെ പിന്നുള്ള കഥ. അതുകൊണ്ട് ഞാൻ എപ്പോൾ ട്രാവൽ ചെയ്താലും ഈ ചായ പാക്കറ്റും കൊണ്ടേ ഞാൻ പോവുള്ളൂ. എന്നിട്ട് മിൽക്കിനനുസരിച്ച് ചായ കുടിക്കും. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നല്ല കടുപ്പത്തിൽ ചായ റെഡി. കണ്ടുപിടിച്ചിരിക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ മേടിക്കണമെന്നുണ്ടെങ്കിൽ പാല് മേടിക്കണം, പിന്നെ ടീ മേടിക്കണം. അപ്പൊ രണ്ടിന്റെയും കൂടി പൈസ നമ്മൾ കൊടുക്കേണ്ടത്. അതിലും നല്ലതാണ് ഇങ്ങനെ ചെയ്യണത്. നമുക്ക് നല്ല കലക്കൻ ചായ കിട്ടും. അപ്പൊ പയ്യനെ ഞാൻ കഴിഞ്ഞ ദിവസം പോർത്തോയിൽ തന്നെയുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയാണ്. അപ്പൊ പയ്യനോട് ചായ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞ സെയിം ചായ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് ഞങ്ങളിപ്പം ചായ കുടിക്കണം. ഇന്ന് ചായ കുടിച്ചിട്ട് അടുത്ത റൈഡ് തുടങ്ങും. അപ്പം ഇനി നമുക്ക് മോർണിംഗിൽ കാണാം. ഓക്കെ, ബൈ.